നമസ്കാരം. വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ പ്ലാവില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാവില എടുക്കുമ്പം തീരെ കുരുന്നും എടുക്കരുത്, ഒരുപാട് മൂത്തുപോയ ഇലയും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനുള്ള ഇല എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ഇല എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലയൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഞാനിത് ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ നമ്മുടെ ദോശ തവയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം തന്നെ നല്ലപോലെ നമുക്കിത് ചൂടായി കിട്ടും. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു പാനിലോട്ട് വെച്ചിട്ടൊന്ന് കീറി ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഈ ഇല വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ വായ്പുണ്ണ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരാഴ്ചയോളം എങ്കിലും നീണ്ടു നിൽക്കും വായ്പുണ്ണ് അല്ലേ. നല്ല വേദനയായിരിക്കും. നിസ്സാരമായിട്ടുള്ള ഒരു രോഗമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ വായ്പുണ്ണ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അസഹ്യമായ നീറ്റലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം വായ്പുണ്ണിൻ്റെ പ്രധാന കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും ഒക്കെയാണ്. അപ്പോൾ പിന്നെ വിറ്റാമിനുകളും ഓയിൽമെൻറ്റുകളും ജെല്ലുകളും ഒക്കെ ഡോക്ടർമാർ നമുക്ക് വായ്പുണ്ണിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഈ പ്ലാവില ഇതുപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് അതങ്ങ് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതുണ്ടല്ലോ നല്ല കട്ടിയുള്ള തൈരാണേ. അപ്പോൾ ഒരു 2-3 സ്പൂണ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മിക്സ് നമ്മൾ വായ്പുണ്ണുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. അതിനുശേഷം നിങ്ങൾക്കത് കഴുകി കളയാവുന്നതാണ്. അങ്ങനെ ദിവസത്തിൽ 2 തവണ, രാവിലെയും വൈകിട്ടും 2 തവണ ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ വായ്പുണ്ണ് ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകാതെ ഈ രീതിക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും നല്ല നല്ല ടിപ്സുകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തരാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകല്ലേ. ടിപ്പ് നമ്പർ 2. നമ്മൾ ബ്രൂ കോഫി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ പലരും കാണിക്കുന്ന ഒരു അബദ്ധം പറഞ്ഞു തരാം. ഇതുപോലെ നമ്മൾ പാലൊക്കെ തിളപ്പിച്ചിട്ട് ബ്രൂ കോഫിയുടെ ആ ഒരു കവർ എടുത്തിട്ട് പൊട്ടിച്ച് ഇങ്ങനെ നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കുമ്പം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി തട്ടിയിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് കട്ടയായി പോകും. അപ്പോൾ ഇനി ഈ പാക്കറ്റിനകത്ത് ബാക്കി കോഫി പൗഡർ മിച്ചം ഉണ്ടെങ്കിൽ അത് പിന്നെ അങ്ങ് ഉറഞ്ഞ് കട്ടയായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കോഫി ഉണ്ടാക്കുമ്പം മറ്റൊരു പാത്രത്തിലേക്ക്, ഞാനതൊരു കപ്പിലേക്കാണ് ഇപ്പം കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച പാല് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കോഫി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കോഫി പൗഡർ കട്ടയായി പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മിച്ചമുള്ള കോഫി പൗഡറൊക്കെ ഉറഞ്ഞു പോയിട്ട് ഉണ്ടാവും. ടിപ്പ് നമ്പർ 3. ഏതൊരു മനുഷ്യൻ്റെയും സ്വസ്ഥതയും ഉറക്കവും ആരോഗ്യവും കെടുത്തുന്ന കൊതുകുകൾക്കായിട്ടും ലോകത്ത് ഒരു ദിനമുണ്ട്. കൊതുക് പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 20 കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. വീട്ടിലെ നിത്യസന്ദർശകരായ കൊതുകുകളെ തുരത്താൻ സാധ്യമായ എല്ലാ മാർഗവും പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ ഏറെയും അല്ലേ. കെമിക്കലുകളുടെ പുറകെ പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന 2-3 ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം കുറച്ച് ആര്യവേപ്പിലയും നാരങ്ങയും എടുക്കുക. ആര്യവേപ്പിലയുടെ സ്ഥാനത്ത് തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കുറച്ച് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആര്യവേപ്പില ഒരു ഇടികല്ലിലോട്ട് വെച്ചിട്ടൊന്ന് നല്ല പോലെ ചതച്ചിട്ട് എടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എളുപ്പത്തിൽ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഇതുപോലെ നമ്മൾ ആര്യവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ തൊണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ആ ഒരു തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് വയ്ക്കത്തില്ലേ, അതെടുത്താൽ മതി കേട്ടോ. നല്ല നാരങ്ങ ഒന്നും വേണമെന്ന് ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അരമുറി നാരങ്ങ അതിൻ്റെ ആ ഒരു തൊലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ.
ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് ചതച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാലോ ആര്യവേപ്പിലയ്ക്ക് ഒരു മണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാരങ്ങയ്ക്കും ഒരു സ്മെല്ലുണ്ട്. അപ്പം ഈ നാരങ്ങയുടെയും ആര്യവേപ്പിലയുടെയും ഈ രണ്ടിൻ്റെയും സ്മെല്ല് കൊതുകുകൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പം നമ്മൾ സന്ധ്യയാകുന്ന സമയത്ത് ഇതുപോലെ ആര്യവേപ്പിലയും നാരങ്ങയും കൂടെ അല്ലെങ്കിൽ തുളസിയിലയും കൂടെ ഇതുപോലെ ചതച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ബൗളിലേക്ക് മാറ്റിയിട്ട് 1-2 ബൗളിലേക്ക് നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വാതിലിൻ്റെയും ജനലിൻ്റെയും ഒക്കെ സൈഡിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊതുക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തുള്ള കൊതുകുകൾ അകത്തേക്ക് കടക്കത്തുമില്ല. ഇനി അഥവാ അകത്ത് കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവ പുറത്തേക്ക് പോകുന്നതുമായിരിക്കും. അപ്പം ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. യാതൊരു പാർശ്വഫലങ്ങളൊന്നുമില്ല, കെമിക്കലുകളൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. കൊതുകുകളെ തുരത്താനുള്ള അടുത്ത ഫലപ്രദമായ മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ബൗളിൽ വെള്ളം എടുക്കുക. സാധാ പച്ചവെള്ളം എടുത്താൽ മതി. എന്നിട്ട് 1-2 കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാം, അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് കിടക്കയ്ക്ക് സമീപം നമ്മുടെ മുറിയുടെ മൂലയിൽ ഈ ബൗൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആകും. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കർപ്പൂരം കത്തിച്ച് അതിൻ്റെ പുകയൊന്ന് നമ്മുടെ റൂമിലൊക്കെ ഒന്ന് ആക്കിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ തുളസിയില ഒന്ന് ചതച്ച് എടുത്തിട്ട് 2 കർപ്പൂരം കൂടെ പൊടിച്ച് അതിലേക്ക് ചേർത്തിട്ട് ഒരു ബൗളിൽ ഇങ്ങനെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിരുന്നാലും മതി. അങ്ങനെയാണെങ്കിലും നമുക്ക് കൊതുക് കടിയിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. കൊതുകുകൾ നമ്മുടെ റൂമിലേക്ക് കടക്കത്തുമില്ല. അപ്പോൾ ഈ രീതിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കെമിക്കലുകളുടെ പുറകെ പോകാതെ. ടിപ്പ് നമ്പർ 4. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3-4 സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന അതേ തേയിലപ്പൊടിയാണ്. പിന്നെ 2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവയും തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 ചുള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്കറിയാമല്ലോ ഉള്ളിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമുക്ക് തിളക്കമുള്ള കരുത്തുറ്റ മുടി ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇനി ഈ ഉള്ളി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചതച്ചെടുത്ത ഉള്ളി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കണം. ഇത് നമുക്ക് വറ്റിച്ച് ഇതിൻ്റെ പകുതിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പു ഏതാണ് അത് ഒരു പാക്കറ്റ് ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചും കൂടെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ടേ. ഇത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും തലയിലെ താരം പോകാനും അങ്ങനെ മുടി നല്ല തിക്കായിട്ടും സിൽക്കി ആയിട്ടും സ്മൂത്തി ആയിട്ടും വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ ഇത് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമ്മുടെ തലയോട്ടി ഇത് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഉള്ളിനീരിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ തലയോട്ടിയിലേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നു. ഇത് മുടിയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കും. ഒപ്പം നമ്മുടെ ഈ തലയോട്ടിയിലുണ്ടാകുന്ന താരൻ തടയുന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തലയോട്ടി നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി ഈ ഉള്ളിനീരിൻ്റെ സ്മെല്ല് മുടിയിൽ തങ്ങി നിൽക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. എന്നാൽ പേടിക്കേണ്ട, മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് തല നന്നായിട്ട് കഴുകിയാൽ ആ മണം പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടാകും. പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനായിട്ടും ഇടയായിത്തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.